എല്ലാ കൂട്ടുകാർക്കും ഓട്ടോമേഷൻ എൻജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നു എങ്ങനെയാണ് പോസ്റ്റ്മാൻ റിക്വസ്റ്റ് വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. റിക്വസ്റ്റ് വർക്ക് ഫ്ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന റിക്വസ്റ്റുകളുടെ ഓർഡർ പ്രീ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ക്രിയേറ്റ് പോസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് അടുത്ത എക്സിക്യൂട്ട് ചെയ്യുന്ന റിക്വസ്റ്റ് ഏതാണെന്നുള്ളത് നമ്മൾ പോസ്റ്റ്മാൻ്റെ ക്രിയേറ്റ് പോസ്റ്റിൻ്റെ റിക്വസ്റ്റിനകത്തെ ടെസ്റ്റ് ആപ്പിനകത്ത് നമ്മൾ postman ഡോട്ട് സെറ്റ് നെക്സ്റ്റ് റിക്വസ്റ്റ് എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഞാൻ ക്രിയേറ്റ് പോസ്റ്റ് കഴിഞ്ഞ് 5th ലൈൻ ഈ ടെസ്റ്റ് ടാബിനകത്ത് postman ഡോട്ട് സെറ്റ് നെക്സ്റ്റ് റിക്വസ്റ്റ്, അതായത് ഇത് വായിക്കുമ്പോൾ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അതായത് ഈ ഒരു ക്രിയേറ്റ് പോസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യേണ്ട റിക്വസ്റ്റിൻ്റെ നെയിമാണ് ഗെറ്റ് പോസ്റ്റ് ഡീറ്റെയിൽസ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം, അതേ പേര് തന്നെ കൊടുക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ. അതിനുശേഷം ഗെറ്റ് പോസ്റ്റ് ഡീറ്റെയിൽസ് നോക്കി കഴിയുമ്പോൾ അവിടെ ഞാൻ ടെസ്റ്റ് ടാബിനകത്ത് കൊടുത്തിരിക്കുന്ന postman ഡോട്ട് സെറ്റ് നെക്സ്റ്റ് റിക്വസ്റ്റ് അപ്ഡേറ്റ് പോസ്റ്റ്, അതായത് ഗെറ്റ് പോസ്റ്റ് ഡീറ്റെയിൽസ് ഉള്ള റിക്വസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത ശേഷം അപ്ഡേറ്റ് പോസ്റ്റ് എക്സിക്യൂട്ട് ആവും. അപ്ഡേറ്റ് പോസ്റ്റിൻ്റെ അവിടെ ഞാൻ postman ഡോട്ട് സെറ്റ് നെക്സ്റ്റ് റിക്വസ്റ്റിൻ്റെ അവിടെ റിക്വസ്റ്റ് നെയിം അല്ല കൊടുത്തിരിക്കുന്നത്, പകരം റിക്വസ്റ്റിൻ്റെ ഐ ഡി ആണ്. അപ്പം നെയിമും കൊടുക്കാൻ പറ്റും, ഐ ഡിയും കൊടുക്കാൻ പറ്റും. അപ്പം കറക്റ്റായിട്ട് കൊടുക്കുക. ഐ ഡി എങ്ങനെയാണ് റിക്വസ്റ്റിൻ്റെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഡിലീറ്റ് പോസ്റ്റിൻ്റെ ഐ ഡി ആണ്. അപ്പോൾ ഡിലീറ്റ് പോസ്റ്റ് ഐ ഡി ഞാൻ എങ്ങനെ എടുത്തെന്ന് കാണിച്ചു തരാം. ഡിലീറ്റ് പോസ്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഒരു ഐ ബട്ടൺ ഇൻഫോ എന്നുള്ളതുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫസ്റ്റ് ഈ ഇത്രയും ഭാഗം നമ്മൾ അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഐ ഡി ആയിട്ട് വരുന്നത്. ഈ പാർട്ട് മാത്രം എടുത്ത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തേക്കുക. അപ്പം നമുക്ക് postman ഡോട്ട് സെറ്റ് നെക്സ്റ്റ് റിക്വസ്റ്റ് ഒന്നെങ്കിൽ നെയിം കൊടുക്കാം, അല്ലെങ്കിൽ റിക്വസ്റ്റിൻ്റെ ഐ ഡി കൊടുക്കാം. ഐ ഡി എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഇപ്പോൾ ഡിലീറ്റ് പോസ്റ്റിൻ്റെ അവിടെ ഞാൻ ഏറ്റവും അവസാനം postman ഡോട്ട് സെറ്റ് നെക്സ്റ്റ് റിക്വസ്റ്റ് നള്ളെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് കൊടുത്തതെന്നുള്ളത് ഞാൻ ഈ വീഡിയോ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതായത് ഇപ്പോൾ നള്ളെന്ന് കൊടുത്തിരിക്കുന്നത് ഈ ഡിലീറ്റ് പോസ്റ്റിനുള്ള റിക്വസ്റ്റ് കഴിഞ്ഞ് വേറെ ഒരു റിക്വസ്റ്റും ഈ കളക്ഷനകത്ത് ഇല്ലെന്നുള്ളതാണ്. പക്ഷെ നള്ളെന്ന് കൊടുത്തില്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ഞാൻ കാണിക്കാം. അപ്പം നമ്മൾ വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി ഇത് നമ്മൾ ഇത്രയും വീഡിയോകൾ നമ്മൾ ഓരോ റിക്വസ്റ്റ് സെപ്പറേറ്റ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുമായിരുന്നു. ഇനി പകരം നമ്മൾ ഈ എല്ലാ റിക്വസ്റ്റും കൂടെ ഒറ്റ കളക്ഷൻ ആയിട്ട് റൺ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ റൺ കളക്ഷൻ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ചൂസ് ഹൗ ടു റൺ എന്ന കളക്ഷൻ കാണിക്കുന്നു. റൺ മാനുവലി, സ്കെഡ്യൂൾ റൺസ്, ഓട്ടോമേറ്റ് റൺസ് ബൈ CLI, ഐട്രേഷൻ ഡിലേ. ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോ പറയുന്നതായിരിക്കും. ഞാൻ റൺ മാനുവൽ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഡീഫോൾട്ടായിട്ട് എങ്ങനെയാണോ ഇവിടെ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുക അതേ ഓർഡറിൽ തന്നെ റൺ ഓർഡർ വന്നിട്ടുണ്ട്. റൺ ജേസൺ സെർവർ കളക്ഷൻ കറക്റ്റായിട്ട് പോസ്റ്റ് വർക്കായി, ഗെറ്റ് വർക്കായി, പുട്ട് വർക്കായി, ഡിലീറ്റ് വർക്കായി. ഇനി ഞാൻ ഡിലീറ്റ് പോസ്റ്റിൻ്റെ ആ ഒരു പ്ലേസ്മെൻ്റ് എടുത്ത് മാറ്റുവാണ്. ഏറ്റവും താഴെ നിന്ന് ഞാൻ ക്രിയേറ്റ് പോസ്റ്റിൻ്റെ താഴെ കൊണ്ട് വെച്ചു. അതിനുശേഷം ഞാൻ ടാബിൽ ക്ലോസ് ചെയ്യുകയാണ്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. അതിനുശേഷം വീണ്ടും ഞാൻ റൺ കളക്ഷൻ കൊടുത്തു. റൺ കളക്ഷൻ കൊടുക്കുമ്പോൾ ഓർഡർ വന്നിരിക്കും ക്രിയേറ്റ് പോസ്റ്റ്, ഡിലീറ്റ് പോസ്റ്റ്, ഗെറ്റ് പോസ്റ്റ് ഡീറ്റെയിൽസ്, അപ്ഡേറ്റ് പോസ്റ്റ് എന്നുള്ളത്. അതായത് നമ്മൾ സ്വാഭാവികമായിട്ട് ഓർക്കും ക്രിയേറ്റ് പോസ്റ്റ് കഴിയുമ്പോൾ ഡിലീറ്റ് പോസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. എങ്ങനെയാണോ postman റിക്വസ്റ്റ് വർക്ക് ഫ്ലോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വർക്ക് ആവുള്ളൂ. അതായത് ക്രിയേറ്റ് പോസ്റ്റ് കഴിഞ്ഞ് ഗെറ്റ് പോസ്റ്റ് ഡീറ്റെയിൽസ് എക്സിക്യൂട്ട് ആവും, അതിനുശേഷം അപ്ഡേറ്റ് പോസ്റ്റ്, ഏറ്റവും അവസാനം ഡിലീറ്റ് പോസ്റ്റ്. അപ്പോൾ അതുപോലെ നമ്മൾ എങ്ങനെയാണ് വർക്ക് ഫ്ലോ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് റിക്വസ്റ്റ് വർക്ക് ആയിരിക്കുന്നത്. പോസ്റ്റ്, ഗെറ്റ്, പുട്ട്, ഡിലീറ്റ് ആ ഓർഡറിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഡിലീറ്റ് ഇവിടെ രണ്ടാമത് കൊടുത്തെങ്കിലും നമ്മൾ വർക്ക് ഫ്ലോയിൽ ഏറ്റവും അവസാനമാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഏറ്റവും അവസാനം ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റിക്വസ്റ്റ് വർക്ക് ഫ്ലോയുടെ ഒരു പ്രാക്ടിക്കൽ യൂസേജ്. ഇപ്പോൾ ഡിലീറ്റ് പോസ്റ്റിൻ്റെ അകത്ത് നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ഞാൻ നള്ളെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യുകയാണ്. കമൻറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ബിഹേവിയർ നമുക്ക് നോക്കാം. postman ഡോട്ട് സെറ്റ് നെക്സ്റ്റ് റിക്വസ്റ്റ് നള്ളാക്കി ഞാൻ കമൻറ്റ് ചെയ്തു, അത് സേവ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും റൺ കളക്ഷൻ കൊടുക്കുകയാണ്. റൺ അഗെയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. റൺ അഗെയിൻ കൊടുത്തു കഴിയുമ്പോൾ ഇത് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ടാണ് ആ ലൂപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് അവസാനമില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിലീറ്റ് പോസ്റ്റിന്റെ അകത്ത് postman ഡോട്ട് സെറ്റ് നെക്സ്റ്റ് റിക്വസ്റ്റ് എന്നുള്ളത് കൊടുത്തായിരുന്നു. അപ്പോൾ ഇത് അൺകമൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അൺകമൻറ്റ് ചെയ്തു, സേവ് ചെയ്യുന്നു. ഇനി വീണ്ടും നമുക്ക് റൺ ചെയ്ത് നോക്കാം, കറക്റ്റായിട്ട് വർക്ക് ആണെന്ന് നോക്കാം. ജേസൺ സെർവർ കളക്ഷൻ റൺ അഗെയിൻ.
സേവ് ആയിട്ടില്ലായിരുന്നു. ഒരു സെക്കൻഡ്. സേവ്. ഓക്കെ, ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. നമുക്ക് കളക്ഷൻ ഒന്നുകൂടെ റൺ ചെയ്യാം. റൺ കളക്ഷൻ. കറക്റ്റായിട്ട് ഇത് വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ പോസ്റ്റ്മാൻ ഡോട്ട് സെറ്റ് നെക്സ്റ്റ് റിക്വസ്റ്റ് എന്നുള്ളത് നല്ലതായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുത്തില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ 4 റിക്വസ്റ്റും ലൂപ്പ് ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി ഈ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള റിക്വസ്റ്റിനകത്ത് ഗെറ്റ് പോസ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ള സെക്കൻഡ് റിക്വസ്റ്റ് കൊടുക്കുന്നവരും സെയിം റിക്വസ്റ്റ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കളക്ഷൻ ആയിട്ട് റൺ ചെയ്യുമ്പോൾ ഉള്ള ബിഹേവിയർ നോക്കാം. ഗെറ്റ് പോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന പേര് മാറ്റി ഞാൻ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള അതേ പേര് തന്നെ കൊടുത്തു. അതായത് സെയിം ഈ റിക്വസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഈ റിക്വസ്റ്റ് റൺ ചെയ്യാനാണ് ഞാനിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് കളക്ഷൻ ആയിട്ട് റൺ ചെയ്ത് നോക്കാം. റൺ കളക്ഷൻ. ഇവിടെ 4 റിക്വസ്റ്റ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് റൺ ആകുമ്പോൾ ക്രിയേറ്റ് പോസ്റ്റ് മാത്രം റിപ്പീറ്റഡ്ലി അത് റൺ ആവുന്നതായിരിക്കും സംഭവിക്കുന്നത്. പോസ്റ്റ് അത് തന്നെ ക്രിയേറ്റ് പോസ്റ്റ് വൈൽ റണ്ണിങ് ദിസ് റിക്വസ്റ്റ്. അത് എറർ എന്നിരിക്കുന്നത് സെർവറിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. പിന്നെ ക്രിയേറ്റ് പോസ്റ്റ് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പം വീണ്ടും അതേ റിക്വസ്റ്റിൻ്റെ പേര് തന്നെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ആവും. അപ്പം നമുക്കിത് ഈ ചേഞ്ച് നമുക്ക് റിവേർട്ട് ചെയ്തേക്കാം. റിവേർട്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ നോക്കിയത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ. റൺ കളക്ഷൻ. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അപ്പം പോസ്റ്റ്മാൻ റിക്വസ്റ്റ് വർക്ക് ഫ്ലോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ പ്രാക്ടിക്കൽ യൂസേജസ് എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് റിക്വസ്റ്റിൻ്റെ നെയിം കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ റിക്വസ്റ്റിൻ്റെ ID കൊടുക്കാൻ പറ്റും. ID എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്ഡേറ്റ് പോസ്റ്റിനകത്ത് നോക്കി കഴിയുമ്പോൾ ഇവിടെ ഞാൻ റിക്വസ്റ്റിൻ്റെ നെയിം അല്ല കൊടുത്തിട്ട് ID ആണ്. ഡിലീറ്റ് പോസ്റ്റ് എന്നുള്ള ആ പോസ്റ്റിൻ്റെ പേര് കൊടുക്കുന്ന കാര്യം അതിൻ്റെ ID ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിലീറ്റ് പോസ്റ്റിൻ്റെ അവിടെ പോയി ഇവിടെ ഈ ബട്ടണിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ID നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ID. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.